നമ്മുടെ കുഞ്ഞുങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ബിഹേവിയർ വളർത്തിയെടുക്കാൻ ട്രൈ ചെയ്യുന്ന പേരൻ്റാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. മിക്ക പേരൻസും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണല്ലേ കുഞ്ഞുങ്ങളിലെ ഒരു സ്വഭാവം നിയന്ത്രിക്കുക എന്നുള്ളത്. ചില കുട്ടികൾ ഭയങ്കര പാവമായിട്ടുള്ള കുട്ടികളുണ്ടാവും, ചിലവർ ഇത്തിരി ഹൈപ്പറായിട്ടുള്ള കുട്ടികളുണ്ടാവും, ചിലവർ അതിൽ മീഡിയം റേഞ്ചിൽ വരുന്ന കുട്ടികളുണ്ടാവും. നല്ല ദേഷ്യം വരുമ്പോൾ മാത്രം ചെയ്യുന്നതും അതുപോലെ തന്നെ അവരൊരു നെഗറ്റിവിറ്റി പുറത്ത് കാണിക്കുന്നതുമായിട്ടുള്ള ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? അതിന് മുൻപായി നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? അതിനുവേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞുങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കുഞ്ഞിന് നല്ല ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നീ ഇന്നതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവരുടെ മനസ്സിലത് ഒരു ബോധം വേണം. എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് നമ്മളത് ചെയ്ത് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഉള്ളിൽ ആ നേരമാകുമ്പോൾ ആ ഒരു തോന്നൽ വരും. അമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന സമയത്ത് ഇന്ന കാര്യം. അപ്പോൾ ആ കുഞ്ഞ് ആ നേരത്ത് എത്ര മടിയുണ്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു വരും. മടി ഉണ്ടാവും, കുട്ടികളാണ്, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു 5 വയസ്സായ കുട്ടീനെ വെച്ചിട്ട് ആ ഒരു കുട്ടിക്ക് പറ്റാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. അതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യില്ലല്ലോ. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. നമ്മളൊരു കാര്യം കുട്ടിയുടെ അടുത്ത് പറയുകയാണ്, ഇന്ന് മുതൽ നമ്മളിങ്ങനെ ചെയ്യണം മോനെ അല്ലെങ്കിൽ മോളെ, ഇന്ന് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് മടിയുണ്ടാവും, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അവരിന്ന് വരെ ചെയ്ത കാര്യങ്ങൾ വിട്ടിട്ട് ഒരു കാര്യമായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് പറയുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു ബാക്കിലേക്ക് ഒരു വലിവുണ്ടാവും. അതല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇഷ്ടത്തോടു കൂടി 2 ദിവസം ചെയ്യുമായിരിക്കും, പിന്നത്തെ ദിവസം അവർ മാറും. അപ്പോൾ അവരത് ചെയ്യും. നമ്മളത് ആ ഒരു കൺസിസ്റ്റൻ്റായിട്ട് മാറ്റാണ്ട് അവരുടെ കൂടെ നിന്ന് അത് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്കതൊരു ശീലമായിട്ട് വരുള്ളൂ. പിന്നെ നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു അതിനനുസരിച്ചിട്ടാണ് അവർ ആ ശീലത്തോട് പൊരുത്തപ്പെടുക. 2 ദിവസം അവരൊരു നെഗറ്റീവ് കാണിച്ചു, എൻ്റെ മോനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, അതൊക്കെ വേറെ പിള്ളേർ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലും അത് ഒക്കെ എടുക്കും, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. അപ്പോൾ അവർ 2 പ്രാവശ്യം മടി കാണിച്ചാൽ എൻ്റെ അമ്മ ഇത് ഓക്കെയാണ് എന്ന് അവരുടെ ഉള്ളിൽ ഒരു ബോധം വരും. സോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതൊരു 20 to 21 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്വഭാവമായിട്ട് അവരിലേക്ക് എത്തിക്കോളും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ചോയ്സസ്. അതായത് നമ്മുടെ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഭക്ഷണം വയ്ക്കുക, അതുപോലെ ഡ്രസ്സ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് മാത്രമല്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ. അപ്പോൾ കുറച്ചൊക്കെ അവരെ കൂടി കൺസിഡർ ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതായത് ഇന്ന് അവനിഷ്ടമുള്ളത് അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇതിട്ടാൽ മതി അവൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ മോൾക്ക് പിങ്കാണ് ഇഷ്ടം, അപ്പോൾ ഇന്നൊരിക്കൽ പിങ്ക് എടുത്താലോ, അല്ലെങ്കിൽ മോൾക്ക് ഏതാ ഇഷ്ടം എന്ന് അവരുടെ അടുത്ത് ചോദിക്കുക. ചിലപ്പോൾ ഇഷ്ടം മാറിയിട്ടുണ്ടാവും. അപ്പോൾ അവരെയും കൂടി കൺസിഡർ ചെയ്യുക. അപ്പോൾ അവർക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അവർ തിരിച്ച് ആ ഒരു വാല്യൂ കീപ്പ് ചെയ്യാനായിട്ട് അവർ ട്രൈ ചെയ്യും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അപ്രിസിയേഷൻ. കുട്ടികൾ ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പോലും അതിനൊരു അപ്രിസിയേഷൻ കൊടുക്കുക. നമ്മൾ ഒരു നല്ല വാക്കായിരിക്കാം, ഒരു നല്ല കിസ്സായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹഗ്ഗായിരിക്കാം, അതല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തല്ല ഒരു ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഔട്ടിംഗ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു മെൻ്റലി ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ വരുമ്പോഴും അതല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും വരുമ്പോൾ ഒരു നല്ലൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇത്രയും കിട്ടും എന്നുള്ളത് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹഗ്ഗൊക്കെ ആകുമ്പോൾ അവർക്ക് ആ ഒരു മെൻ്റൽ ഫീലിംഗ് എന്ന് പറയുന്നത് അതൊരു വിലമതിക്കാനാവാത്തതാണ്. അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ലാസ്റ്റത്തെ ഒരു കാര്യം അതല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡൽ ബിഹേവിയറായിട്ട് കാണിച്ചു കൊടുക്കുക നമ്മളിൽ തന്നെ. അതല്ലാണ്ട് ഒരിക്കലും നമ്മൾ അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ, അതായത് അവരൊരു തെറ്റ് ചെയ്തു നമ്മൾ ദേഷ്യപ്പെടുകയോ അതല്ലെങ്കിൽ പണിഷ് ചെയ്യുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾ അവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, മറുവശം പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവരെന്താ വിചാരിക്കുക, ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത പറയാം, അതല്ലെങ്കിൽ ചെയ്യാം, അതാണ് അവരുടെ ഉള്ളിൽ നിൽക്കുക. പകരം വാട്ട് ഈസ് നെക്സ്റ്റ് എന്താ ചെയ്യണത്, ഒരു വെള്ളം തട്ടിപ്പോയി അടുത്ത എന്താ ചെയ്യുക, ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ, എന്താ തുണി എടുത്തിട്ട് അത് തുടയ്ക്കുക,
അപ്പോൾ അങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതേപോലെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പേടി തട്ടിയ കരയുക, അങ്ങനെയല്ല. ഇപ്പോൾ ചെറിയ കുട്ടികൾ ഇപ്പോൾ അമ്മമാരുടെ അടുത്ത് നിൽക്കുമ്പോൾ പിള്ളേർ സേഫാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആയിരിക്കും അവർ കരച്ചിലും പിടിച്ചലും. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ട്രെയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമുള്ളവർക്ക്. കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്